നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളുമായിട്ട് 2025 ജൂലൈ മാസം 30 ബുധനാഴ്ച ദിവസത്തെ ലോട്ടറി ഭാഗ്യത്തെക്കുറിച്ച് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും സ്നേഹത്തോടെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. 2025 ജൂലൈ മാസം 30 ധനലക്ഷ്മി ലോട്ടറി ടിക്കറ്റിന്റെ നറുക്കെടുപ്പുള്ള ദിവസമാണ്. കേരള ഗവൺമെന്റിന്റെ ധനലക്ഷ്മി ലോട്ടറി നറുക്കെടുക്കുന്ന ദിവസമാണ് ബുധനാഴ്ച ദിവസം. അപ്പോൾ അന്നേ ദിവസം 50 രൂപ എടുത്തൊരു ലോട്ടറി ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പരീക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികൾ അറിയുന്നതിനായിട്ടാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. ജ്യോതിഷ നിയമപ്രകാരം ബുധനാഴ്ച ദിവസം ലോട്ടറി ഭാഗ്യത്തിനുള്ള നാളുകാർ ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അത് കേട്ടിട്ട് ഒരു ടിക്കറ്റ് എടുക്കണോ എടുക്കണ്ടോ എന്നുള്ളത് തീരുമാനിക്കുക. അപ്പോൾ 50 രൂപ എടുത്ത് ഭാഗ്യം പരീക്ഷിക്കുവാൻ യോഗ്യതയുണ്ടോ? അനുകൂലമായ ദിവസമാണോ? ഭാഗ്യം പരീക്ഷിക്കാനേ പറ്റുള്ളൂ. കാരണം ഒരുപാട് പേരല്ലേ ലോട്ടറി ടിക്കറ്റ് എടുക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരുപാട് പേര് ലോട്ടറി ടിക്കറ്റ് എടുക്കുമ്പോൾ അവിടെ ഭാഗ്യദേവതയുടെ ഒരു അനുഗ്രഹം ഉണ്ടായാൽ മാത്രമേ ഭാഗ്യം അല്ലെങ്കിൽ പ്രൈസ് ലഭിക്കുകയുള്ളൂ, ലോട്ടറി ഭാഗ്യം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ കേട്ട് ഒന്ന് മനസ്സിലാക്കിയതിന് ശേഷം ലോട്ടറി എടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുക. അനുകൂലമാണെങ്കിൽ, നിങ്ങൾക്ക് അനുകൂലമായ ഒരു ദിവസമാണെങ്കിൽ ലോട്ടറി ടിക്കറ്റ് 50 രൂപ എടുത്ത് ഭാഗ്യം പരീക്ഷിച്ച് നോക്കുക. ഭാഗ്യം പരീക്ഷിച്ച് നോക്കാതെ ഒരിക്കലും ലോട്ടറി ഭാഗ്യം ഉണ്ടാകത്തുമില്ല. അതൊരു പ്രത്യേകതയാണ്. കാരണം ടിക്കറ്റ് എടുത്ത് അതിലെ നമ്പർ നറുക്കെടുപ്പിൽ വീണാൽ നമുക്ക് ലോട്ടറി ഭാഗ്യമുണ്ട്. അപ്പോൾ അത് വന്നില്ലെങ്കിൽ ലോട്ടറി ഭാഗ്യം ഇല്ല. അപ്പോൾ അതുകൊണ്ട് ടിക്കറ്റ് എടുക്കാതിരിക്കാനും പറ്റത്തില്ല. എടുത്ത് നോക്കിയാലേ ആ നമ്പർ റിസൾട്ട് വരുമ്പോൾ ഉണ്ടോ ഇല്ലോ നോക്കാനും പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ജ്യോതിഷ നിയമപ്രകാരം ഞാൻ പറയുന്നു, ഈ ബുധനാഴ്ച ദിവസം ലോട്ടറി ഭാഗ്യത്തിന് സാധ്യതയുള്ള നാളുകാർ ഈ മിഥുനക്കുറിൽപ്പെട്ട മകയിരം 2 പാദം, തിരുവാതിര, പുണർതം, മുക്കാലിന് ആളുകാർക്ക് ലോട്ടറി ഭാഗ്യത്തിന് സാധ്യതയുള്ള ദിവസമാണ്. അപ്പോൾ അവർക്കൊരു ലോട്ടറി അടിക്കാൻ സാധ്യതയുള്ള ദിവസമാണ്. അതുപോലെ തന്നെ ചിങ്ങക്കൂറിൽപ്പെട്ട മകം, പൂര, ഉത്രം, കാലിന് ആളുകാർക്ക് ലോട്ടറി ഭാഗ്യത്തിന് സാധ്യതയുള്ള ദിവസമാണ്. കർക്കിടകക്കുറുകാർക്കും പ്രതീക്ഷിക്കാം, ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാം. കർക്കിടകക്കുറിൽപ്പെട്ട പുണർതം, കാല്, പൂയം, ആയില്യം ആളുകാർക്ക് ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാം. പിന്നെ വൃശ്ചികക്കുറിൽപ്പെട്ട വിശാഖം, കാല, അനിഴം, കേട്ട ആളുകാർക്ക് പ്രതീക്ഷിക്കാം. ധനുക്കൂറിൽപ്പെട്ട മൂലം, പൂരാട, ഉത്രാടം കാലുന്ന ആൾക്കാർക്ക് പ്രതീക്ഷിക്കാം. പിന്നെ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കാൻ സാധ്യതയുള്ളത് മകരക്കുറുകാർക്ക്. മകരക്കുറിൽപ്പെട്ട ഉത്രാടം, മുക്കാൽ, തിരുവോണം, ഔട്ടം, 2 പാദം എന്ന ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ദിവസമാണ്. ലോട്ടറി ഭാഗ്യത്തിന് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് മകരക്കുറുകാർക്ക്. മകരക്കുറിൽപ്പെട്ട ഉത്രാടം, മുക്കാൽ, തിരുവോണം, ഔട്ടം, 2 പാദം എന്ന ആൾക്കാർക്ക് ഭാര്യയും ഭർത്താവും കൂടെ ചേർന്ന് ഒരു ടിക്കറ്റ് എടുത്താൽ ചിലപ്പോൾ അവർക്കായിരിക്കും നല്ലൊരു സമ്മാനം ലഭിക്കുക എന്നുള്ളൊരു പ്രത്യേകതയും ഉള്ള ദിവസമാണ് ബുധനാഴ്ച ദിവസം. മീനക്കുറിൽപ്പെട്ട പുരുട്ടാതി, കാലുത്തുട്ടാതി, രേവതി നാളുകാർക്ക് ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ഇടവക്കുറിൽപ്പെട്ട കാർത്തിക, മുക്കാൽ, രോഹിണി, മകരം, 2 പാദം നാളുകാർക്കും ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാം. പിന്നെ കുംഭക്കുറുകാർക്ക് ദശാകാലം നല്ലതാണെങ്കിൽ, നല്ല ഫലത്തെ കൊടുക്കുന്ന ഒരു ദശാകാലമാണ് അവർക്കുള്ളതെങ്കിൽ ഒരുപക്ഷെ ദശാകാലത്തിന്റെ നേട്ടം കൊണ്ട് ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ മേടക്കുറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക, കാലിന് ആളുകാർക്കും ദശാകാലം നേട്ടമാണെങ്കിൽ അതിന്റെ നേട്ടം കൊണ്ട് ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാം. തുലാക്കുറുകാരെ സംബന്ധിച്ച് 12ലാണ് ചൊവ്വ നിൽക്ക്. 12ൽ ചൊവ്വയുണ്ട്, 12ൽ ബുധൻ, 12ൽ ചൊവ്വയുണ്ട്, 12ൽ ചന്ദ്രനുണ്ട്. അതുകൊണ്ട് തുലാക്കുറുകാർക്ക് ലോട്ടറി ഭാഗ്യം അത്ര പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു ദിവസമല്ല. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇവിടെ ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാവുന്ന നാളുകാർ മിഥുനക്കുറുകാരും മകരക്കുറുകാരുമാണ്. മിഥുനക്കുറിൽപ്പെട്ട മകരം, 2 പാദം, തിരുവാതിര, പുണർതം, മുക്കാലിന് ആളുകാരും അതുപോലെ തന്നെ മകരക്കുറിൽപ്പെട്ട ഉത്രാടം, മുക്കാൽ, തിരുവോണം, ഔട്ടം, 2 പാദം ആളുകാർക്കുമാണ് ഏറ്റവും കൂടുതൽ ലോട്ടറി ഭാഗ്യത്തിന് സാധ്യത. പിന്നെ മീനക്കുറുകാർക്കും ഈ ഭാര്യയും ഭർത്താവും കൂടെ ചേർന്ന് ഒരു ലോട്ടറി ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പരീക്ഷിച്ച് നോക്കാനുള്ള ഒരു അനുകൂലമായ ദിവസവുമാണെന്നുള്ളതും മറ്റൊരു പ്രത്യേകതയാണ്. അങ്ങനെ ഒരു നേട്ടവും കൂടി അവർക്കും ഉണ്ട്. മീനക്കുറിൽപ്പെട്ട പുരുട്ടാതി, കാലുത്തുട്ടാതി, രേവതി നാളുകാർക്ക് അവർക്കും അങ്ങനെ ലോട്ടറി ഭാഗ്യം പരീക്ഷിച്ച് നോക്കാം. മകരക്കുറുകാർക്കും അങ്ങനെ ലോട്ടറി ഭാഗ്യം പരീക്ഷിച്ച് നോക്കാം. ഭാര്യയും ഭർത്താവും കൂടെ ചേർന്ന് ഒരു ലോട്ടറി ടിക്കറ്റ് എടുത്ത് പരീക്ഷിച്ച് നോക്കാം. അപ്പോൾ ഇങ്ങനെ ഇത്രയും ആൾക്കാർക്കാണ് ലോട്ടറി ഭാഗ്യത്തിനുള്ള സാധ്യത എന്നുള്ളത് ആദ്യമായിട്ട് അറിയുക. ഇനിയും ഞാനിവിടെ ഒരുപാട് നമ്പറുകളൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് ഇഷ്ടമുള്ള നമ്പറുകളൊക്കെ സെലക്ട് ചെയ്ത് എഴുതി എടുത്തുകൊണ്ട് പോയി ടിക്കറ്റ് എടുക്കാൻ ശ്രമിക്കുക. ഈ നമ്പറിലൊക്കെ ലോട്ടറി ഭാഗ്യം വരുവാൻ സാധ്യതയുള്ള നമ്പറുകളാണ്. ഒരുപാട് നമ്പറുകൾ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ പ്രിയപ്പെട്ടവർക്ക് ഇഷ്ടപ്പെട്ടാൽ എഴുതി എടുത്തുകൊണ്ട് പോവുക. എഴുതി എടുത്തുകൊണ്ട് പോയിട്ട് ഈ ടിക്കറ്റ് കിട്ടുമല്ലോ നോക്കുക. ചിലപ്പം കിട്ടും, ചിലപ്പം കിട്ടത്തില്ല. അപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ ഈ 4 അക്ക നമ്പറുകളൊക്കെ സെലക്ട് ചെയ്തുകൊണ്ട് പോവുക. 4 അക്ക നമ്പറുകൾക്കാണ് കൂടുതൽ സമ്മാനങ്ങളുള്ളത്. അപ്പോൾ 4 അക്ക നമ്പർ തന്നെ ഫോളോ ചെയ്യുക. അപ്പം അത് നോക്കി എഴുതി എടുത്തുകൊണ്ട് പോയി ടിക്കറ്റ് എടുക്കുവാൻ ശ്രമിക്കുക.
ചിലപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു നമ്പറിലാണ് ഒരു 5000 വീഴുന്നതെങ്കിൽ ചിലപ്പോൾ ചിലരൊക്കെ സെറ്റ് എടുക്കും, 2 3 ടിക്കറ്റൊക്കെ എടുക്കും, ഒരുമിച്ച് 12000 ഒക്കെ കിട്ടും. എന്നും കിട്ടത്തില്ല. ലോട്ടറിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എന്നും കിട്ടത്തില്ല. ചിലപ്പോൾ ഒരാഴ്ച തുടർച്ചയായിട്ട് ലോട്ടറി അടിക്കും, പിറ്റേ ആഴ്ച മുതൽ 1-2 മാസത്തിന് ലോട്ടറി അടിക്കത്തുമില്ല. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കണം. തുടർച്ചയായിട്ട് ഒരാഴ്ച ലോട്ടറി അടിച്ചു, പിന്നെ അടിക്കാതെ വരുമ്പോൾ അന്നേരം സ്റ്റോപ്പ് ചെയ്യുക. പിന്നെ കുറേ നാളത്തിന് എടുക്കാൻ പോകരുത്, ബ്രേക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് നോക്കുക, ലോട്ടറി കിട്ടുന്നുണ്ടെങ്കിൽ 50 രൂപയോ വല്ലതും അടിക്കുന്നുണ്ടെങ്കിലേ പിന്നെ എടുക്കാൻ പോകും. അപ്പോൾ തുടർച്ചയായിട്ട് ലോട്ടറി അടിച്ചു കഴിഞ്ഞാൽ കുറേ നാളത്തേന് പിന്നെ ഒന്നും കിട്ടത്തില്ല. അങ്ങനെയാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഈ തുടർച്ചയായിട്ട് അടിക്കുന്നത് കാണുമ്പോൾ പലരും കൂടുതൽ പൈസ മുടക്കി ലോട്ടറി ടിക്കറ്റ് എടുക്കും. അപ്പോൾ ഈ പൈസയെല്ലാം പോവുകയും ചെയ്യും. അതാണൊരു വിഷയം. ഇവിടെ 2 അക്ക നമ്പർ കൊടുത്തിട്ടുണ്ട്, അവസാനത്തെ 2 അക്ക നമ്പറുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കി ഈ ടിക്കറ്റ് എടുക്കുക. ഇപ്പോൾ ഈ പറഞ്ഞ നമ്പറിലൊക്കെ എല്ലാ ദിവസവും ലോട്ടറി ടിക്കറ്റിനകത്ത് ഈ പ്രൈസിനകത്ത് ഈ നമ്പറൊക്കെ വരുന്നുണ്ട്. അത് തീർച്ചയായിട്ടും അങ്ങനെയൊക്കെ നോക്കിയെടുക്കാൻ ശ്രമിക്കുക. ഇനി ടിക്കറ്റ് എടുക്കാൻ അടുത്ത ഒരു മാർഗം എന്ന് പറയുന്നത്, ലോട്ടറി ടിക്കറ്റ് എടുക്കുമ്പോൾ അതിലെ 6 അക്ക സംഖ്യകളും 4 അക്ക സംഖ്യകളും കൂട്ടി നോക്കിയിട്ട് 1 വരിക, 2 വരിക, 3 വരിക, 9 വരിക, ഇങ്ങനെയുള്ള ടിക്കറ്റുകളൊക്കെ നോക്കിയെടുക്കുക. ഈ സംഖ്യാശാസ്ത്ര പ്രകാരം ലോട്ടറി ഭാഗ്യത്തിനുള്ള സാധ്യതയാണ് ഞാൻ ഈ പറഞ്ഞത്. 4 അക്ക സംഖ്യകളും 6 അക്ക സംഖ്യകളും ഒക്കെ കൂട്ടി നോക്കുമ്പോൾ 1 വരിക, 2 വരിക, 3 വരിക, 9 വരിക, അങ്ങനെയുള്ള ടിക്കറ്റുകൾ നോക്കിയെടുക്കുക. ഭാഗ്യദേവതയുടെ തിരഞ്ഞെടുപ്പ് കൂടി ഉണ്ടായാൽ തീർച്ചയായിട്ടും ലോട്ടറി ഭാഗ്യം ലഭിക്കും. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം.